തൃക്കാക്കര നഗരസഭയുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓണോത്സവ് 2026 ലോഗോ പ്രകാശനവും നഗരസഭ പുറത്തിറക്കിയ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഗാനവും തൃക്കാക്കര നഗരസഭ അധ്യക്ഷൻ റാഷിദ് ഉള്ളംപള്ളി പ്രകാശനം ചെയ്തുകൊണ്ടാണ് ഔപചാരികമായി ചടങ്ങുകൾ ആരംഭിച്ചത്. ഫോട്ടോ കിട്ടിയില്ലേ? തൃക്കാക്കര നഗരസഭ 2026 ഓണാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഓണം ആരംഭിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ ഏറ്റവും കൂടുതൽ തൃക്കാക്കരയിൽ ഓണം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുനിസിപ്പാലിറ്റി തൃക്കാക്കരയിൽ. അതിനെല്ലാം വിരാമമിടുന്ന ഒരു ഓണാഘോഷമായി തൃക്കാക്കര നഗരസഭ കൗൺസിലർമാർ വിലയിരുത്തും. കാരണം 48 കൗൺസിലർമാരും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഈ കഴിഞ്ഞ 8 മാസക്കാലവും ഐക്യകണ്ഠേന ഒന്നായി നിന്നുള്ളത് ഏറ്റവും തൃക്കാക്കരയ്ക്ക് അഭിമാനകരമായ ഒന്നാണ്. മറ്റുള്ള കാലങ്ങളിലെ പോലെയൊന്നും ഒരു തെറ്റായ ഒരു വാർത്ത വരാത്തൊരു സാഹചര്യം തൃക്കാക്കരയുണ്ട്. ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നാളുകളിൽ ഒരു ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തൃക്കാക്കര നഗരസഭ മുന്നോട്ട് പോവുകയാണ് സമഗ്രമായ മാറ്റങ്ങളുമായി. എനിക്ക് മുന്നേ നയിച്ച പൂർവികരുടെ ശക്തമായ നിലപാടുകളും അവരുടെ വ്യക്തമായ വികസന പദ്ധതികളും തുറന്നുകൊണ്ടുള്ള പോക്കാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നത്. തീരുമാനങ്ങളും അനവധിയാണ്. നഗരസഭയുടെ സമഗ്രമായ മാറ്റത്തിന് തേര് തെളിയിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം. കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നഗരസഭാ അങ്കണത്തിലുള്ള ES കോച്ച് സെൻ്റർ ഉൾപ്പെടെ ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ എന്തെല്ലാം ഇല്ല എന്തെല്ലാം ഉണ്ട് എന്നതിലുപരി കിടക്കാൻ വീടില്ലാത്ത ആളുകൾക്ക് സാഫല്യം പദ്ധതി കൊണ്ടുവരുന്നു. ബഡ് സ്കൂൾ പാട്ടുമുണ്ട് ഇവിടെയും നാകെ കരയിൽ വന്നാട്ടെ തൃക്കാക്കരയിൽ വന്നാട്ടെ.